എല്ലാവർക്കും വേണ്ടി നമസ്കാരം. ഇത് എൻ്റെ ആദ്യത്തെ കാലിക്കറ്റ് പ്രസ് ക്ലബിലെ ആദ്യത്തെ എൻ്റെ ഒരു യോഗം അല്ലെങ്കിൽ പ്രസ് കോൺഫറൻസ് ആണ്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. ആദ്യമായി ഇന്ന് 26/11 ആണ്. 17 കൊല്ലം മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം മുംബൈ ടെറർ അറ്റാക്സ് നടന്ന ഒരു ദിവസമാണ്. അപ്പോൾ കോഴിക്കോടിന്റെ ഒരു മകൻ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ ഓർക്കുന്നു. അതുപോലെ തന്നെ അജ്മൽ കസാബ്, പാകിസ്ഥാനി ടെററിസ്റ്റ് അജ്മൽ കസാബിനെ ജീവൻ ത്യാഗം ചെയ്ത് പിടിച്ച തുക്കാറാം മോംബലെ, ASI തുക്കാറാം മോംബലെ ഓർക്കുന്നു. 166 ടെററിസ്റ്റ് വിക്ടിംസിനെ ഓർക്കുന്നു. ഞാനിപ്പോ താജിൽ പോയപ്പോ അവിടെ ഒരു മൾട്ടി ഫെയ്ത്ത് അവരുടെ ഒരു പ്രെയർ സെറിമണി കഴിഞ്ഞിട്ട് അവരെയും കണ്ടു. ഇതെല്ലാം ഓർക്കുമ്പോൾ അന്ന് കോൺഗ്രസ് പാർട്ടിന്റെ രാഹുൽ ഗാന്ധിന്റെ ഒരു ഗുരുനാഥനായ ദിഗ്വിജയ് സിംഗ് പറഞ്ഞ കാര്യങ്ങളും ഓർക്കുന്നു. അത് മറക്കില്ല, ജനങ്ങൾ മറക്കില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇത് പാകിസ്ഥാനി ടെറർ ആയിരുന്നില്ല, ഇത് ഹിന്ദു ടെറർ ആണെന്ന് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ, ശ്രദ്ധ തിരിക്കാൻ അന്ന് 17 കൊല്ലം മുമ്പ് ചെയ്ത കാര്യങ്ങൾ ഇന്ന് ഞാൻ ഓർക്കുന്നു. ജനങ്ങൾ അത് മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരാൻ പോകുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് 2-3 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. പാർട്ടിയും NDA എന്ന മുന്നണി വളരെ അഭിമാനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ കാണാത്ത ഒരു പാർട്ടിസിപ്പേഷൻ, ഈ ഒരു നിർണായകമായ ഇലക്ഷനും ഒരു തേർഡ് ടിയർ ഗവർണൻസിന്റെ തേർഡ് ടിയർ ആയ ലോക്കൽ ബോഡി ഇലക്ഷന്റെ ഞങ്ങളുടെ പാർട്ടിസിപ്പേഷൻ 21,065 വാർഡിൽ ഞങ്ങൾ മത്സരിക്കുന്നു. BJP, NDA സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി 21,065, 23,000 വാർഡിൽ ഞങ്ങൾ 21,065 വാർഡിൽ മത്സരിക്കുന്നു. ചില ജില്ലയിൽ കുറച്ച് ഞങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന കാലത്ത് അത് ഞങ്ങൾ ഫില്ല് ചെയ്യുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഒന്ന്, ഈ പാർട്ടിസിപ്പേഷൻ. അതിന്റെ ഒപ്പം ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇത് ഈ ഇലക്ഷനെ ഒരു സെമി ഫൈനലോ ക്വാർട്ടർ ഫൈനലോ ആയിട്ട് കാണുന്നില്ല. ഇത് ഒരു സാധാരണ ഒരു പൊതുസമൂഹത്തിന് വളരെ ഇമ്പാക്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞ പോലെ തേർഡ് ടിയർ ഓഫ് ഗവർണൻസ് ആണ്. ഇതൊരു ഫൈനലായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ മുമ്പോട്ട് വെച്ച ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ വികസിത കേരളം. വികസിത കേരളം എന്ന് പറഞ്ഞാൽ വികസനം എന്ന് പറഞ്ഞാൽ നല്ല ഭരണം എന്ന് പറഞ്ഞാൽ നല്ല ഒരു വിഷൻ, കാഴ്ചപ്പാട്. എന്താണ് വികസനം? ഒരു പ്ലാൻ. ആ പ്ലാനിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികൾ. അപ്പോ വികസനം ഇല്ലായ്മ, നമ്മളിപ്പോ കോഴിക്കോടിൽ എത്ര കൊല്ലമായിട്ട് ഒരു മുന്നണി ഭരിക്കുന്നു, എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വാഗ്ദാനം കൊടുത്ത ആ മുന്നണി ഒന്നും ശരിയാക്കിയിട്ടില്ല. അവർക്ക് ഒരു തവണയല്ല, 2 തവണയല്ല, എത്രയോ തവണ അവസരങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചു. ഇന്ന് സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരു മാറ്റം കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്കൊരു അവസരം ജനങ്ങൾ തന്നാൽ അതിലൊരു മാറ്റം കൊണ്ടുവരും. എന്താണ് മാറ്റം എന്ന് ചോദിച്ചാൽ, കാഴ്ചപ്പാടിലൊരു മാറ്റം, കഴിവില്ലായ്മയിലൊരു മാറ്റം, അഴിമതിയിലൊരു മാറ്റം, അഴിമതി ഉള്ള ഒരു ഭരണത്തിലൊരു മാറ്റം, ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് എത്രയോ കൊല്ലമായിട്ട് ഇരിക്കുന്ന ഒരു ഭരണത്തിലൊരു മാറ്റം, പിന്നെ പ്രവർത്തിക്കുന്ന ഒരു ശൈലി, ഭരണത്തിന്റെ ശൈലിയിലൊരു മാറ്റം. അപ്പോ ഇതൊരു പൊളിറ്റിക്കൽ ചേഞ്ച് അല്ല, ഭരണമാറ്റം മാത്രമല്ല, ഭരണശൈലിന്റെ മാറ്റമാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത്. ഞങ്ങളുടെ ഒരു വാഗ്ദാനം.
ഭരണശൈലിയിൽ എന്ത് മാറ്റമെന്ന് ചോദിച്ചാൽ അത് കുറെ കാര്യങ്ങൾ പറയാണ്ട് ഇന്ന് അത് മുഴുവൻ പറയാൻ കഴിയില്ല. എന്നാൽ അതിന്റെ ഒരു സ്നാപ്ഷോട്ട് ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് ജനങ്ങൾ ഇത് കേൾക്കണം, ഞങ്ങൾക്കൊരു അവസരം തരണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന. എല്ലാ ലോക്കൽ ബോഡിയും കോഴിക്കോട് കോർപ്പറേഷൻ ഒരു ഉദാഹരണമായിട്ട് ഞാൻ എടുക്കുകയാണ്. കോർപ്പറേഷന്റെ 5 കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ഞങ്ങൾ തയ്യാറാക്കും. ലോക്കൽ ബോഡി LDF ഭരിക്കുന്ന ഏത് ലോക്കൽ ബോഡി ഇന്ന് നോക്കിയാലും, UDF ഭരിക്കുന്ന ലോക്കൽ ബോഡി തിരുവനന്തപുരം കോർപ്പറേഷനാണോ കൊല്ലം കോർപ്പറേഷനാണോ ഏത് കോർപ്പറേഷൻ നോക്കിയാൽ ഒരു 5 കൊല്ലത്തിന്റെ ബ്ലൂ പ്രിന്റ് ഓഫ് പ്ലാൻ ഇല്ല. എവിടെ നോക്കിയാലും ഞാൻ ആദ്യം ഇത് റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം. ഇത് എവിടെയും കാണാത്തൊരു രീതിയാണ്. ഇന്ന് രാജ്യത്തിൽ ഏറ്റവും നല്ല ഭരണം ഏത് സിറ്റി ഏത് നഗരത്തിലാണ് ചോദിച്ചാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും പറയും ഇൻഡോർ ആണ്, സൂറത്താണ്, അങ്ങനെ ഓരോരോ സിറ്റീസ്. ഇതെല്ലാം BJP ഭരിക്കുന്ന നഗരങ്ങളാണ്. അപ്പൊ ഇവിടെ എല്ലാം ഒരു ഫണ്ടമെന്റ്, ആദ്യ തുടക്കം ഒരു ആവശ്യം, നല്ല ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് 5 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഏത് പ്രശ്നങ്ങളാണ് പരിഹരിക്കാൻ പോകുന്നത്, അത് എങ്ങനെയാണ് പരിഹരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ബ്ലൂ പ്രിന്റ് 5 കൊല്ലം ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് ബ്ലൂ പ്രിന്റ്, അത് ഞങ്ങളെ വാഗ്ദാനമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് വെക്കും. രണ്ടാമത്തത്, എല്ലാ കൊല്ലം ഭരണശൈലിയിൽ മാറ്റത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാ കൊല്ലം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഒരു റിപ്പോർട്ട് കാർഡ് വെക്കും. ഞങ്ങൾ 12 മാസം എന്ത് ചെയ്തു, ഇനി അടുത്ത 12 മാസം എന്ത് ചെയ്യാൻ പോകുന്നു. എല്ലാ ബഡ്ജറ്റിന്റെ സമയം ഞങ്ങൾ ഓരോരോ രൂപേന്റെയും കണക്കിന്റെയും രൂപന്റെയും പൈസന്റെയും കണക്ക് ഞങ്ങൾ മുമ്പോട്ട് നന്നായി സിംപ്ലിഫൈ ചെയ്തിട്ട് മുമ്പിൽ വെക്കും. ജനങ്ങളുടെ കാശ് കോർപ്പറേഷൻ എങ്ങനെ ഉപയോഗിച്ചു, ഏത് പ്രോജക്റ്റ് ചെയ്തു, അവർക്ക് ഗുണം ആ പ്രോജക്റ്റ് കിട്ടിയോ കിട്ടിയില്ലയോ, എന്ത് വിലയിൽ ആണ് ഈ കോൺട്രാക്ട് കൊടുത്തത്. അപ്പൊ ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് ബഡ്ജറ്റിംഗ് പ്രോസസ് ഞാൻ കൊണ്ടുവരും. 4ാമത്തെ കാര്യം, അഴിമതി രഹിത ഭരണം. ഇത് പറയുമ്പോ എന്റെ മാധ്യമ സുഹൃത്ത് തന്നെ എന്നോട് ചോദിക്കുന്നു, ഇത് നടക്കില്ല, നമ്മുടെ നാട്ടിൽ അഴിമതി രഹിത ഭരണോ, അതോ അങ്ങനെ നടക്കാൻ ഒരു സാധ്യതയില്ല. ഞാൻ പറഞ്ഞു, ഉറപ്പു തരുന്നു, അത് സാധിക്കും. എന്റെ മനസ്സിൽ ഒരു AI ടെക്നോളജി വഴിയും ഡിജിറ്റൽ ടെക്നോളജി വഴി അഴിമതി രഹിത ഭരണം കൊണ്ടുവരാൻ ഞങ്ങൾ ഒരു ഉറപ്പ് തരുന്നു, ചെയ്യുമെന്ന്. പിന്നെ ഗവർണൻസ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ്. എന്താ അതിന്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ പറഞ്ഞ വീട് പടി ഭരണം, വീട്ടുപടിക്കൽ ഭരണം ഇന്നലെ പഠിച്ചതാണ് നമ്മൾ. ഗവർണൻസ് അറ്റ് ദ ഡോർ സ്റ്റെപ്പ്, ഡിജിറ്റൽ ടെക്നോളജി വഴിയും എല്ലാ വാർഡിലും ഒരു CSC വഴി കോർപ്പറേഷൻ ഓഫീസിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. സാധാരണ പൊതുസമൂഹത്തിൽ ഒരു കുടുംബം ആർക്കും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോർപ്പറേഷൻ പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇത് ഡിജിറ്റൽ വഴി അല്ലെങ്കിൽ CSC വഴി അത് അപ്ലോഡ് ചെയ്യുക. വീട്ടിൽ വന്ന് കോർപ്പറേഷൻ നിങ്ങൾ ചോദിച്ച സർവീസ്, ചോദിച്ച കാര്യങ്ങൾ ചെയ്തു തരും. ആ ഗവർണൻസ് ദ ഡോർ സ്റ്റെപ്പ് ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിന് താല്പര്യമുണ്ട്, കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭരണശൈലിയിൽ ഒരു മാറ്റം, ഒരു വികസന കാഴ്ചപ്പാട് ഞങ്ങൾ മുമ്പോട്ട് വെച്ച്, ഇതുവരെ 45 കൊല്ലം നടക്കാത്ത വികസനം, ഇവിടെ നടക്കുന്ന വികസനം ഇപ്പോ ഞാൻ അഹങ്കാരത്തോളം അല്ല പറഞ്ഞത്, 95% വികസനം നടക്കുന്നത് നരേന്ദ്രമോദിജിന്റെ പദ്ധതി വഴിയാണ്. അത് ആശുപത്രി നോക്കിക്കോളൂ, റെയിൽവേ സ്റ്റേഷൻ നോക്കിക്കോളൂ, റോഡ് നോക്കിക്കോളൂ. അപ്പൊ അതിന് 100% ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ, നരേന്ദ്രമോദിജിന്റെ സർക്കാരും പിന്തുണയും എടുത്ത് ഇവിടുത്തെ ഒരു ഒറിജിനൽ കാഴ്ചപ്പാട്, ഇവിടുത്തെ ഒരു ബ്ലൂ പ്രിന്റും, ഇവിടുത്തെ ഒരു പുതിയ ഭരണശൈലി നമ്മളെ നഗരത്തിന് മുമ്പോട്ട് കൊണ്ടുപോകും. ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ശരിക്കും ഞങ്ങളുടെ കാഴ്ചപ്പാട്. മാറാത്തത് ഇനി മാറുന്നു പറയുമ്പോൾ ഒരു മുദ്രാവാക്യമല്ല, ഇത് ഭരണശൈലിയിലൊരു മാറ്റം വരും, വികസനത്തിനൊരു മാറ്റം കൊണ്ടുവരും. പിന്നെ അവസാനം ഇനി പറയാനുള്ളത്, ഇന്ന് ദേശീയ ഭരണഘടനാ ദിവസമാണ്. ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ട് നമ്മുടെ ചില പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികൾ
വീശി നടക്കുന്ന സൈറ്റ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഭരണഘടന ഞങ്ങളുടെ ഒരു ഗൈഡിങ് പുസ്തകമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഭരണഘടനയുടെ അനുസാരം അതിന്റെ ഒരു ബേസിസിലാണ്. ഞങ്ങൾ എല്ലാ മതവും എല്ലാ സമുദായവും എല്ലാ വിശ്വാസികളെയും ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ ഇവിടെ ഭരണഘടന കയ്യിൽ വെച്ച് നടക്കുന്ന ചില പാർട്ടികൾ വെൽഫെയർ പാർട്ടിക്ക് ടിക്കറ്റ് കൊടുക്കുമ്പോൾ നിലമ്പൂരിൽ ഓപ്പണായിട്ട് ഭരണഘടനയുടെ എതിരെ നിൽക്കുന്ന ചില ഓർഗനൈസേഷൻ സ്ഥാപനങ്ങളുടെ ഒപ്പം രാഷ്ട്രീയം കളിക്കുമ്പോൾ ചെയ്യുമ്പോൾ അതിന് ഞങ്ങൾ 100% എതിർക്കും. അപ്പോ ഇത് ഒരു ഇരട്ടത്താപ്പുമാണ്. അത് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ അവരെ എതിർക്കുമ്പോൾ ഞങ്ങൾ ഒരു സമുദായത്തിനല്ല എതിർക്കുന്നത്. ഭരണഘടനയുടെ എതിരെ നിൽക്കുന്ന ആരാണെങ്കിലും അത് പാകിസ്ഥാനി ടെററിസ്റ്റ് ആണോ, ജമാഅത്തെ ഇസ്ലാമിയാണോ, SDP ആണോ, അവരെതിരെ ഞങ്ങൾ കൃത്യമായി നിൽക്കും, അവരെ ഒപ്പോസ് ചെയ്യും. അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. അതിന്റെ ഒപ്പം ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കാൻ നടക്കുന്ന പാർട്ടികളെ ഞങ്ങൾ എക്സ്പോസ് ചെയ്യും. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യങ്ങളാവാം. കേരളത്തിലെ അങ്ങനെ പൊതുവെ ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് ഓർഗനൈസേഷനെ കൊണ്ടുപോകുന്നത് എന്താണ് കേരളത്തിലെ നിങ്ങളുടെ ക്ലിയർ ടാർഗറ്റ്? എത്ര കോർപ്പറേഷൻ, എത്ര മുനിസിപ്പാലിറ്റി, എത്ര പഞ്ചായത്ത്? നോക്കൂ, ഞാൻ വികസനം ഞാൻ ഒരു വലിയൊരു രാഷ്ട്രീയ വിദ്വാനം തന്നെയാണ്. അത് ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ തരുന്നത്. പക്ഷെ സാമാന്യ ബുദ്ധി കുറച്ച് ഹൈലി ഡെവലപ്ഡ് ആണ് എന്റെ. ഇതുവരെ ഞാൻ എത്രയോ ലോക്കൽ ബോഡിയിൽ പോയിട്ടുണ്ട്. എല്ലാ ജില്ലയിലും ഞാൻ ട്രാവൽ ചെയ്ത ആളാണ്. വികസന ഇല്ലായ്മയാണ് ഇപ്പൊ കാണാൻ നമുക്ക് കിട്ടുന്നത്. അപ്പോ എന്നോട് ഇങ്ങനെ ടാർഗറ്റ് ചെയ്താന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു 100% ജില്ലയിലും 100% ലോക്കൽ ബോഡിയിലും എല്ലാവരും സാധാരണ മലയാളിക്ക് എന്താണ് ആവശ്യം? വികസനം, അവസരങ്ങൾ, അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു രാഷ്ട്രീയം, അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു ഭരണം. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ 100% ജില്ല, 100% ലോക്കൽ ബോഡിയിൽ BJP NDA വന്ന ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. അങ്ങനെ ടാർഗറ്റ് ഇട്ടിട്ട് ഞാൻ പോകുന്നില്ല. ഞാൻ ടാർഗറ്റ് അങ്ങനെ സെറ്റ് ചെയ്യുന്ന ആളല്ല. ഞങ്ങൾ പാർട്ടിന്റെ രീതിയുമല്ല അത്. ഞങ്ങളുടെ കാഴ്ചപ്പാടും ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ആത്മാർത്ഥമായി ചെയ്യാനും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ജനങ്ങളുടെ സപ്പോർട്ട് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കും. അത് ജനങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ എത്ര സീറ്റ് കിട്ടും, എത്ര വാർഡ് കിട്ടും, എത്ര ഭരണത്തിന്റെ അവസരം കിട്ടും, അത് അവർ തീരുമാനിക്കട്ടെ. അതെ, ഇല്ല അതല്ല. പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്പർ 1 ആണ് എത്രയോ കാറ്റഗറീസിൽ. എന്റെ അടുത്ത് ആ ഡീറ്റെയിൽ ഇല്ല. അങ്ങനെ പാലക്കാട് നഗരം വേസ്റ്റ് മാനേജ്മെന്റിലും ഫീക്കൽ മാനേജ്മെന്റിലും സാനിറ്ററി പാഡ് ഡിസ്പോസലിലും എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു മോഡൽ മുനിസിപ്പാലിറ്റി ഇന്നിപ്പോ കേരള സംസ്ഥാനത്തിൽ ടോപ്പ് 5 മുനിസിപ്പാലിറ്റി നിങ്ങൾ എടുത്താൽ അതിൽ ഞാൻ കുറച്ച് ബയസ്ഡ് ആയിരിക്കും, അങ്ങനെ റാങ്കിങ് ആരും ചെയ്തിട്ടില്ല. പക്ഷെ നമ്പർ 1 മുനിസിപ്പാലിറ്റി പാലക്കാടാണ്. അല്ല നോക്കൂ, അത് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി അല്ല അത് കറക്റ്റാണ്. അതിൽ ഞാൻ സ്റ്റേറ്റിന്റെ ഫൈനാൻസ് നോക്കൂ. ഇന്നിപ്പോ ഞാൻ ഭരണശൈലി എന്ന് പറഞ്ഞല്ലോ. ഇന്നിപ്പോ നടക്കുന്നത് എല്ലാ മുനിസിപ്പൽ ബോഡി, ലോക്കൽ ബോഡി, പഞ്ചായത്താണോ ഗ്രാമപഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ, അവരുടെ ഫണ്ടിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിലാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ശരിക്ക് അവർക്ക് ഡിവോൾവ് ചെയ്യുന്ന ഫണ്ടിങ് ഫൈനാൻസസ് കൊടുക്കുന്നത്. അതിന്റെ ഒപ്പം അവർക്ക് കിട്ടുന്നത്, അതുകൊണ്ടാണ് വികസനം നടക്കുന്നത്. കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ പദ്ധതികൾ, സ്മാർട്ട് സിറ്റീസ്, പിന്നെ PM ആവാസ് യോജനയുടെ വീട്, പാവങ്ങൾക്ക് വീട്, കുടിവെള്ളം, ജൽജീവൻ മിഷൻ, ഇതെല്ലാം വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് വഴിയാണ്. അപ്പോൾ അത് നോക്കൂ, എനിക്കിപ്പോ അങ്ങനെ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. താങ്കളുടെ ഒരു പെർസെപ്ഷൻ ഉണ്ടാവും. എന്റെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ പാലക്കാട് മുനിസിപ്പാലിറ്റിന്റെ ലിസ്റ്റ് ഒരു
ടോപ്പ് 3 മുനിസിപ്പാലിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. എന്നോട് കുറച്ച് പുഷ് ചെയ്താൽ അത് ടോപ്പ് മുനിസിപ്പാലിറ്റി ആയിട്ട് ഞാൻ കാണുന്നത്. അവിടെ വീഴ്ചയുണ്ടായിട്ടുണ്ടോ, ഫൈനാൻഷ്യൽ റിസോഴ്സിന്റെ കുറവുണ്ടോ? 100% ഉണ്ട്. അവിടുത്തെ പ്രവർത്തകരും അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലേഴ്സിന് കുറച്ച് കൂടുതൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കാശ് കൊടുത്താൽ അവർക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണല്ലോ റിസോഴ്സസ് കൺട്രോൾ ചെയ്യുന്നത് എല്ലാ മുനിസിപ്പാലിറ്റിയിലും ലോക്കൽ ബോഡിയിലും. സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട്. SIR-ന്റെ കേരളത്തിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നോക്കൂ, ഈ SIR എന്ന് പറഞ്ഞാൽ രണ്ടാം തീയതി വാദം കേൾക്കാൻ പറ്റും. അല്ല നോക്കൂ, അല്ല SIR-ന്റെ എതിരെ പറയുന്നവര് ആദ്യം എനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് എന്ത് പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. രാഹുൽ ഗാന്ധി ഒരു വശത്ത് പറയുന്നു വോട്ടർ ലിസ്റ്റിൽ തകരാറുണ്ട്, വോട്ടർ ലിസ്റ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർ ഉണ്ടെന്ന്, വോട്ട് ചോരി പറഞ്ഞൊരു പ്രൊപ്പഗാൻഡ നടത്തുന്നു. പിന്നെ അതിന്റെ പരിഹാരമല്ലേ SIR? ഇത് ആദ്യം നടന്നിട്ടില്ല SIR? ഇത് ആദ്യത്തെ തവണയാണോ SIR നടക്കുന്നത്? അതൊന്ന്. രണ്ടാമത്തത്, ഈ SIR വഴി വെസ്റ്റ് ബംഗാളിൽ നടന്ന SIR-ൽ, അല്ല സോറി ഇവിടെ ബീഹാറിൽ നടന്ന SIR-ൽ കോൺഗ്രസിന്റെ ഷക്കീൽ അഹമ്മദ് പറയുന്നു 35 ലക്ഷം വോട്ട് ഡിലീറ്റ് ചെയ്തു. അതൊരു ലെജിറ്റിമേറ്റ് വോട്ടർ ആണെങ്കിൽ ആ ലെജിറ്റിമേറ്റ് വോട്ടറിന്റെ പാർട്ടി അല്ലെങ്കിൽ വോട്ടർ ഒരു അപ്പീൽ ഫയൽ ചെയ്യില്ലേ? ഒരു ഒറ്റ അപ്പീൽ ഫയൽ ചെയ്തു ആരെങ്കിലും? SIR-ന്റെ ഒരു 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 പ്രൊവിഷനാണ്. എന്റെ വോട്ട് കട്ട് ചെയ്തെന്ന് വിചാരിക്കും തിരുവനന്തപുരത്ത്, ഞാൻ എന്റെ SIR വഴി എന്യൂമറേഷൻ സമയത്ത് എന്റെ വോട്ട് കട്ട് ചെയ്തെന്ന് വിചാരിക്കും, എന്റെ പേര് വോട്ടർ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഞാൻ അപ്പീൽ ചെയ്യും. ഇത് നടക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതല്ല നോക്കൂ, ഞാൻ തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷൻ മത്സരിച്ചപ്പോൾ പാർട്ടി ഞാൻ ഇരുന്ന് വോട്ടർ ലിസ്റ്റ് സ്കാൻ ചെയ്തു. 65,000 വോട്ടർ ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോഴോ? അല്ല, ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. ഇതില് അപ്പീലും ഉണ്ട്, അതിന്റെ ഒരു പ്രാവധാനമുണ്ട്, അതിന്റെ പ്രൊവിഷനും ഉണ്ട്. SIR നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇതൊരു ആർട്ടിക്കിളായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട്, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുണ്ട്. ഞാൻ മന്ത്രിയാവുമ്പോൾ 2021 IT മന്ത്രിയാവുമ്പോൾ CAG ചെയ്ത റിപ്പോർട്ട് 2010 മുതൽ 2014 UPA സർക്കാരിന്റെ സമയം 60 കോടി ജനങ്ങൾക്ക് ആധാർ കിട്ടി. ആ ആധാർ 2013 ആ ആധാർ വഴി ആധാർ മാത്രം ആസ് എ ഒരു ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റ് ആൾക്കാരെ ഇലക്ട്രൽ റോൾ കയറ്റി. 2022 CAG പ്രകാരം ആ 60 കോടി എൻറോൾ ചെയ്ത് ആധാറിൽ എൻറോൾ ചെയ്തവര് 80% ആൾക്കാരുടെ ഡോക്യുമെന്റ് ഇല്ല. അപ്പോ എൻറോൾമെന്റ് അവർ ചെയ്തു, 60 കോടി ജനങ്ങൾ എൻറോൾമെന്റ് ചെയ്തു. എത്ര ഫേക്ക് ആയിരുന്നു എന്ന് തന്നെ ഇന്നും ആർക്കും അറിയില്ല. അത് എടുത്ത് ജനങ്ങൾ ഇലക്ട്രൽ റോളിൽ കയറി. അപ്പോ അതൊരു ശുദ്ധീകരണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് നല്ലതല്ലേ? ഒരു കോമൺ സെൻസ് ആണല്ലോ. ഇല്ലീഗൽ വോട്ടർ നമ്മൾ ഇലക്ട്രൽ റോളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിന് ശുദ്ധീകരണം ആവശ്യമല്ലേ? അതല്ലേ SIR. സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് കേരളം കഴിഞ്ഞ 10 വർഷങ്ങൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയാണ്. താങ്കൾ വികസിത കേരളത്തെ എങ്ങനെയാണ് ഇതിന് താരതമ്യം ചെയ്യുന്നത്? അല്ല നോക്ക്, നേട്ടം ഇത് നോക്ക് എന്താണ് നേട്ടം എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. ഞാൻ കുറെ നോക്കിയിട്ടുണ്ട്, മാഗ്നിഫൈങ് ഗ്ലാസ് കൊണ്ട് നോക്കി. ഇങ്ങനെ ഇവരുടെ അഡ്വർടൈസ്മെന്റ് 3-ാം തവണ തുടരണം എന്നെല്ലാം പറയുമ്പോൾ എന്ത് തുടരണം? ഏറ്റവും കൂടുതൽ വിലക്കയറ്റം രാജ്യത്തിൽ കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കേരളത്തിലാണ്. കർഷക മേഖലയിൽ എന്താ നടക്കുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അവർക്ക് കാശ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ MOU സൈൻ ചെയ്ത് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് 48 മണിക്കൂർ 72 മണിക്കൂറിൽ കാശ് കിട്ടണം. നെല്ലിന്റെ കാശ് അവർക്ക് കിട്ടുന്ന 7 മാസം കഴിഞ്ഞിട്ട് കിട്ടുന്നു. കടം വാങ്ങാണ്ട് ക്ഷേമ പദ്ധതി കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ്. അപ്പോ നോക്കൂ, ഇത് ചിലർക്ക് ഇത് നല്ലതായിരിക്കും, ഓക്കെ ശരി, ഞാൻ അതിന് കോൺടെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ വികസനം എന്ന് പറയുമ്പോൾ കടം വാങ്ങിച്ചിട്ട് ക്ഷേമ പദ്ധതി കൊടുക്കുകയല്ല, കടം വാങ്ങിച്ചിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, പ്രൊഡക്റ്റീവ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, നിക്ഷേപം കൊണ്ടുവരാൻ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, തൊഴിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക. ഇതാണ് കടം വാങ്ങിച്ചിട്ട് ചെയ്യേണ്ടത് സർക്കാർ. ഇവിടെ അതല്ലല്ലോ നടക്കുന്നത്. കുട്ടികളെ എക്സ്പോർട്ട് ചെയ്യുന്നു. ഇന്ന്
30% സീറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജസിൽ സീറ്റ് വേക്കന്റ് ആണ്. എന്തുകൊണ്ട്? എന്താ, കുട്ടികൾ പഠിക്കാൻ നിർത്തിയോ? ഇല്ലല്ലോ. കുട്ടികൾ പുറത്തു പോകുന്നു പഠിക്കാൻ. തൊഴിലവസരം. ഈ നാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസറ്റ് എന്താണ്? നമ്മളെ ടാലന്റ്, കുട്ടികൾ. അവര് പുറത്തല്ല പോന്നു. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ CPM-ന് ഒപ്പം വലിയ ഡിസ്പ്യൂട്ടിന് ഇറങ്ങാൻ പോകുന്നില്ല. എന്റെ ഒരു അഭിപ്രായമുണ്ട്, ഈ നാടിന് എത്രയോ സാധ്യതയുണ്ട്. ടൂറിസം മേഖല, ഇലക്ട്രോണിക്സ് മേഖല, എത്രയോ സാധ്യതയുണ്ട്. അതൊന്നും നടക്കുന്നില്ല എന്നാണ് ഇന്നത്തെ ഒരു വ്യക്തത. ഇതൊരു ഫാക്റ്റാണ്. അതിനെ മാറ്റാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, കഴിവുണ്ട്. 11 കൊല്ലം നരേന്ദ്രമോദിജി ഇന്ന് കേരളത്തിന്റെ സ്ഥിതി നോക്കിയാലും 2013-14 ഇന്ത്യന്റെ സ്ഥിതി നോക്കിയാൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. UPA 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇന്ത്യന്റെ സ്ഥിതി എന്തായിരുന്നു? ഏറ്റവും ദുർബലമായ 5ാമത്തെ ഇക്കോണമി ആയിരുന്നില്ലേ? 5 ദുർബലമായ ഇക്കോണമി ആയിരുന്നില്ലേ ഇന്ത്യ? അതെല്ലാം മാറി കഴിഞ്ഞ 11 കൊല്ലം മാറ്റിയത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ ബഹുമാനത്തോട് പറയണേ, ഞാൻ അങ്ങനെ പെറ്റി പോളിറ്റിക്സ് ചെയ്യുന്ന ആളല്ല. നമ്മുടെ ഇക്കോണമി ഒരു പോൺസി സ്കീമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ കാശ് വേണമെങ്കിൽ ഇവിടുന്ന് കാശ് എടുക്കുക. തിരുവനന്തപുരം കോർപ്പറേഷന് SC സ്കീമിൽ നിന്ന് കാശ് എടുത്തിട്ട് വേറെ കാര്യങ്ങൾ അതുകൊണ്ട് ചെയ്യാം. അപ്പോ ഞാൻ ഏറ്റവും എന്റെ ഇതുകൊണ്ട് പറയണേ, നമ്മുടെ ഇക്കോണമി ഇന്ന് ഒരു പോൺസി സ്കീമായിട്ട് മാറിയിട്ടുണ്ട്. അത് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഡയഗ്നോസിസ് ചെയ്യാൻ എനിക്ക് കഴിയില്ല. കാരണം അത് നിങ്ങൾ പറഞ്ഞോളൂ. ഞാനിപ്പോ മാർച്ച് 26 വന്നു, എനിക്ക് ചുമതല കിട്ടി. ഞാൻ മുമ്പോട്ട് വെച്ച ഒരു കാഴ്ചപ്പാട് ഞാൻ മുമ്പോട്ട് വെക്കുന്നു. ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഞാൻ വലിയ ഹിസ്റ്ററി സ്റ്റുഡന്റ് അല്ല. മനസ്സിലായി. അത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് എന്താണ്, ഞാൻ അങ്ങനെ ഒരു വിദ്വാനല്ല, ഹിസ്റ്ററിന്റെ വിദ്വാനല്ല. പക്ഷെ എനിക്ക് ഒരു ഉറപ്പ്, ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ ഇപ്പൊ മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുണ്ട്, ഈ വികസനത്തെ കാഴ്ചപ്പാട്, തൊഴിലും അവസരവും, അത് ഒരു ഡെവലപ്മെന്റ് കാഴ്ചപ്പാട്, അത് ജനങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്. അതാണ് ജനങ്ങളുടെ ആവശ്യം. ജനങ്ങൾക്ക് ഒരു മാറ്റം വേണമെന്നൊരു ആവശ്യമാണ്. ഈ ഭരണ സംവിധാനം, ഭരണശൈലി, രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരണമെന്ന് അവർക്കൊരു ആഗ്രഹമുണ്ട്. ഇതുവരെ എന്തുകൊണ്ട് നടന്നില്ല, അത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. എനിക്ക് അതിന്റെ ഒരു മറുപടി ഇല്ല. ഇല്ല, 21,065 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. അത് 8,000 എവിടുന്ന് കിട്ടിയെന്ന് അറിയില്ല. അത് ഏത് മാത്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 23,000 മൈനസ് 21,065 എന്താണ് നമ്പർ? അല്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്പർ പറഞ്ഞില്ലേ. ഞങ്ങൾ മത്സരിക്കുന്ന സീറ്റ് 21,065. കറക്റ്റാണ്. അത് മലപ്പുറത്ത് ഞങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്, 3 മലപ്പുറം ജില്ലയിൽ പ്രോബ്ലം ഉണ്ട്, കോഴിക്കോട് റൂറലില് ഗ്യാപ്പ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ 6 മാസം അവിടെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടിക്ക് അതുവരെ അഡ്വാൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കൊച്ചി കോർപ്പറേഷൻ എനിക്ക് നമ്പർ ഇല്ല. നിർത്തിയിട്ടുണ്ടോ എന്റെ ന്യൂസ്? അതിപ്പോ അല്ല എനിക്ക് അപ്പൊ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടോ? എന്താണ് ചോദ്യം? അല്ല, ഞാൻ പറഞ്ഞത് എന്താ, 21,000 വാർഡിൽ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? 23,000 മത്സരിക്കുന്നില്ല. അതിൽ ഗ്യാപ്പ് ഉണ്ടാവും. അത് 100% ഗ്യാപ്പ് ഉണ്ടാവും. ഞാനൊരു 100% പ്രസിഡന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചില ഗ്യാപ്സ് ഉണ്ടാവും, അത് ഞങ്ങൾ പരിഹരിക്കും. മുമ്പോട്ട് പോകുമ്പോ പരിഹരിക്കും. അത്രേ ഉള്ളൂ. അല്ല, അത് തെറ്റാണ്. ഞാൻ എന്റെ എക്സ്പീരിയൻസോട് പറയാൻ, ഇത് അങ്ങനെ മിസ്റ്റേക്ക് അല്ലേ. ഞാൻ മന്ത്രിയാവുമ്പോ എല്ലാ കൊല്ലം ഒരു 3 തവണ സ്റ്റാർട്ടപ്സിന്റെ കൂടെ എല്ലാം ഞാനൊരു ലഞ്ചും ഡിന്നർ കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
ഞാൻ ബാംഗ്ലൂരിലെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് 22 നവംബറിൽ ദിവാളിന്റെ ഒരു ഇതില് 300 ചില്ലറ സ്റ്റാർട്ടപ്സില് അതിലൊരു 80-90 മലയാളികളായിരുന്നു. അപ്പൊ അങ്ങനെ പറയണ്ട. പഠിക്കാൻ ഇന്ന് ഞാൻ അഡ്മിഷൻ ലെറ്റർ എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ, ബാംഗ്ലൂരിൽ അഡ്മിഷൻ കൊടുക്കുന്നത്, ഹൈദരാബാദിൽ അഡ്മിഷൻ കൊടുക്കുന്നു. അപ്പൊ ഇത് പണ്ട് കാലത്ത് അതായിരുന്നു മൈഗ്രേഷൻ, ദുബായ്, കാനഡ, ഓസ്ട്രേലിയ. ഇന്ന് കുട്ടികൾ പഠിക്കാൻ പോകുന്നത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, ഡൽഹി, ഗുർഗാവ്, അവിടെ പോകുന്നു. അവിടെ പഠിക്കാനും പോകുന്നുണ്ട്, അവിടെ തൊഴിൽ നോക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോ ഇത് ഞാൻ പറഞ്ഞത് നോക്കൂ, ഇതിനെ കുറിച്ച് എനിക്ക് കുറച്ചറിയാം. ഈ മറ്റേ കാര്യങ്ങൾ ഇനി എന്റെ ഗ്യാപ്പ് ഉണ്ടാവും. ഇന്നത്തെ വരാൻ പോകുന്ന കാലത്തിൽ നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ടാലന്റ് ഉള്ള സ്ഥലത്തിലാണ് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത്. ടാലന്റ് നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് വരിക. ടാലന്റ് എവിടെ പോകുന്നു? ടാലന്റ് പോകുന്നത് അവസരം നോക്കിയിട്ട്. അവസരങ്ങളുള്ള സ്ഥലത്ത് ടാലന്റ് പോവും. ഇതാണ് ഒരു റിയാലിറ്റി. അപ്പോ ഇവിടെ അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ, ഇവിടുത്തെ ഭരണം, ഇവിടുത്തെ രാഷ്ട്രം ആ അവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികൾ ടാലന്റ് പുറത്തു പോവും. അത് 100%. ഇന്ത്യയിലെ പുറത്ത് പോകുന്ന അത് പണ്ട് കാലത്ത് ഒരു ട്രെൻഡ് ആയിരുന്നു. ഇന്നിപ്പോ പുറത്തുനിന്ന് അമേരിക്കയിൽ നിന്ന് ആൾക്കാർ ഇവിടെ വന്നിട്ടല്ല തൊഴിൽ ചെയ്യുന്നത്, സെമി കണ്ടക്ടറും AI-യും ടെക്നോളജിയിലും. അപ്പോ ഇതൊരു ഇഷ്യൂ ആണ്. ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. ഇതിനെ കുറിച്ച് പൊളിറ്റിക്കൽ ഡിബേറ്റ് നടക്കണം. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്താണ് അറിയോ? ജയിക്കാൻ. നിങ്ങൾ ചോദിച്ചല്ലോ എത്ര ജയിക്കും. അത് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഒരു ലക്ഷ്യമാണ്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഞങ്ങൾക്ക് ഈ പൊളിറ്റിക്കൽ ഡിബേറ്റ് മാറണം. വികസനം ഒരു 100% അല്ലെങ്കിൽ ഒരു 50% വികസനത്തെ കുറിച്ച് ഡിബേറ്റ് നടക്കണം. ഇന്നലെ എന്നോട് ചോദിച്ചു, ശിവൻകുട്ടിജി എന്തോ പറഞ്ഞു, മന്ത്രി, ഞങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിന് കാശ് കിട്ടുന്നില്ല. അല്ല, 5 കൊല്ലം എല്ലാം ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഇന്നാണോ എണീക്കുന്നത്? അപ്പൊ അതിനെക്കുറിച്ച് ഒരു മാധ്യമ സുഹൃത്ത് വിളിക്കുക, ഡിബേറ്റ് ചെയ്യുക. ഇതെന്തിനാ ഈ ഷൂട്ട് ആൻഡ് സ്കൂട്ട് പൊളിറ്റിക്സ്? ഇലക്ഷന്റെ 4 ദിവസം മുമ്പ് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഞങ്ങൾക്ക് കാശ് കിട്ടിയിട്ടില്ല, ഇത് കിട്ടിയിട്ടില്ല, മറ്റേത് കിട്ടിയിട്ടില്ല, കിട്ടിയാൽ ഞങ്ങൾ ചെയ്യും. പിന്നെ ഇങ്ങനെ 75% ഗവൺമെന്റ് സ്കൂൾ ഇന്ന് അദ്ദേഹം തന്നെ പറയുന്നു അൺസേഫ് ആണെന്ന്. അപ്പൊ 4 കൊല്ലം എല്ലാം ശരിയാവും എന്ന് വാഗ്ദാനം കൊടുത്ത് ഭരിച്ച് വോട്ട് നേടി ഭരിച്ച പാർട്ടി ഇന്ന് 4 ദിവസം മുമ്പ്, ഇലക്ഷന്റെ ഒരു 10 ദിവസം മുമ്പ് പറയുന്നു, അയ്യോ അവിടുന്ന് കാശ് കിട്ടിയില്ല, ഇവിടുന്ന് കാശ് കിട്ടിയില്ല. എല്ലാം ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനും വിഡ്ഢിയാക്കാനും ഒരു രീതി. രണ്ടാമത്തെ കാര്യം, വികസനത്തെ കുറിച്ച് താങ്കൾ പറയുന്നു. ഇവിടെ കോഴിക്കോട് എയിംസ് വരുന്നതിന് വേണ്ടി വർഷങ്ങളായിട്ട് സ്ഥലം കൊടുത്ത് സംസ്ഥാന സർക്കാർ കാത്തിരിക്കുകയാണ്. ഇതുവരെ അത് യാഥാർത്ഥ്യമായിട്ടില്ല. ഇതേക്കുറിച്ചും അതിന്റെ ഒരു കാരണമുണ്ട്. അത് ഞങ്ങൾക്കിപ്പോ ചിലവർക്ക് ആവശ്യം അത് തിരുവനന്തപുരത്താണ്, ചിലവർക്ക് ആവശ്യം അത് തൃശ്ശൂരാണ്. അപ്പോ നഡ്ഡാജി കൊല്ലം ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് വന്നപ്പോ മാധ്യമ സുഹൃത്ത് ചോദിച്ചു, ഇത് എവിടെ വരും, എപ്പോ വരും? അപ്പൊ പറഞ്ഞു, നോക്കൂ, ഇത് വരും, നല്ല സ്ഥലത്ത് പോവും. അത് മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ഗവൺമെന്റിന്റെ ഇതും തീരുമാനിക്കും. അത് എവിടെ പോകണം, എപ്പോ പോകണം അത് തീരുമാനിക്കും. അത് വരുന്ന സമയത്ത് അപ്പോ നോക്കൂ. അപ്പൊ സുരേഷ് ഗോപിജി പറഞ്ഞല്ലോ തൃശ്ശൂര് ലാൻഡ് ഉണ്ട്. അപ്പോ അത് അദ്ദേഹത്തിന്റെ ആഗ്രഹമുണ്ട് അവിടെ പോകണം. എനിക്കും ആഗ്രഹമുണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ. അപ്പോ നോക്കൂ, ഇതെല്ലാം ഇത് ഒരു നോർമൽ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ. എന്തോ അത് ഇപ്പോ നമ്മള് പ്രകാശിനോട് അത് ഇവിടെ കൊണ്ടുവരാൻ അല്ല, അതില് എന്നെ കുറിച്ച് എന്റെ ഒപ്പം ഡിബേറ്റ് ചെയ്ത കാര്യമില്ല. അത് ഞാനല്ല തീരുമാനിക്കാൻ പറ്റത്. അല്ലല്ല, ഞങ്ങളുടെ സിസ്റ്റം അല്ലല്ല, അത് നമ്മുടെ അല്ലല്ല. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ റെസ്പോണ്ട് ചെയ്യട്ടെ. ഞങ്ങളുടെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കേരളത്തിൽ ഒരു എയിംസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്, പ്രൈം മിനിസ്റ്റർ ഉറപ്പ് തന്നിട്ട്, നഡ്ഡാജി തന്നിട്ട് വരും. അത് എവിടെ വരും, എങ്ങനെ വരും, അവര് തീരുമാനിക്കട്ടെ. അല്ല, അങ്ങനെ ഇല്ലല്ലോ ഞങ്ങളുടെ രീതി. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്, പാർട്ടി എന്ന് പറഞ്ഞാൽ പാർട്ടി പറഞ്ഞത് എന്താ, ഞങ്ങൾക്ക് ഇവിടെ എയിംസ് വേണം പറഞ്ഞു. നല്ല സ്ഥലത്ത് വരണം. അല്ലല്ലോ ഞാൻ അതല്ലല്ലോ, ഞാൻ ആലപ്പുഴ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞില്ല, അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ. ഞാൻ പറഞ്ഞത് എന്താണ്,
നഡ്ഡാജിയാണ് ഹെൽത്ത് മിനിസ്റ്റർ, യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ. ഹെൽത്ത് മിനിസ്റ്ററോട് മാധ്യമ സുഹൃത്ത് കൊല്ലത്തിൽ കഴിഞ്ഞ മാസം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു. കേരളത്തിൽ ഒരു എയിംസ് വേഗം വരും, പെട്ടെന്ന് വരും. അത് എവിടെയാണ്, എങ്ങനെ, എപ്പോഴാണ് അത് അവർ തീരുമാനിച്ച് പറയും എന്ന് പറഞ്ഞു. BJP സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ല, അതിലെ BJP ഒരു അഭിപ്രായം ഉണ്ടാവില്ല. BJP സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു അഭിപ്രായം നോക്ക്, ഞങ്ങൾക്ക് വേണ്ടത് കേരളത്തിൽ ഉണ്ടാവണം. ഇല്ല, ഈ ഒരു തർക്കം കൊണ്ട് ഈ ഒരു തർക്കം കൊണ്ട് 3 സ്ഥലം പറഞ്ഞിട്ടാണ് ഇപ്പൊ വൈകുന്നേരം പറയുന്നത്. ഇതിനാലൊരു മതി എന്ന് പിറ്റ്യൂഷ അല്ലല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് കോഴിക്കോടിലാവണം എന്നല്ല പറഞ്ഞത്. അങ്ങനെ അഭിപ്രായം 10 അഭിപ്രായം ഉണ്ടാവല്ലോ. ഇങ്ങനെ പ്രസ് ക്ലബ്ബിൽ, ഞാനിപ്പോ ഒരു കൊല്ലം പ്രസ് ക്ലബ്ബിൽ പോയി പ്രസ് കോൺഫറൻസ് ചെയ്ത് അവിടുത്തെ മാധ്യമ സുഹൃത്ത് പറയല്ലേ കൊല്ലത്തിൽ വരണം, അതൊരു അഭിപ്രായമാണ്. അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്, അത് അവരുടെ അവകാശമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഞാനല്ല ചെയ്യേണ്ടത്. നോക്കൂ, ഇത് CPM അല്ല. നോക്കൂ, ഇത് CPM അല്ല. പാർട്ടിയിലും സർക്കാരിലും ഒരു വ്യത്യാസമില്ലാത്ത ഓർഗനൈസേഷൻ ഇല്ല. ഞങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങൾ പൊളിറ്റിക്കൽ വർക്ക് ചെയ്യും. ഗവർണൻസ് വർക്ക് ഗവൺമെന്റ് ചെയ്യും. ഞങ്ങൾക്ക് അതിൽ ഇടപെടാനോ ഞങ്ങൾക്ക് അതിൽ ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു റോളില്ല. ഞങ്ങളുടെ സജഷൻ കൊടുക്കുക, ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിപ്പ് കൊടുക്കുക, അവര് പരിഹരിക്കുക. ഫോർ എക്സാമ്പിൾ, നാഷണൽ ഹൈവേ, റെയിൽവേ, അതിനെക്കുറിച്ച് എത്രയോ ഞങ്ങൾ കാര്യങ്ങൾ അവിടെ ഗവൺമെന്റിന് കൊടുക്കുന്നു. അവര് തീരുമാനിച്ച് അവർ ചെയ്യുന്നു. സർക്കാരും പാർട്ടിയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടെന്ന് ഇത് CPM അല്ല കേട്ടോ. CPM സർക്കാരും ഒന്ന്, പാർട്ടിയും ഒന്ന്, പെൻഷനേഴ്സും ഒന്ന്, OSD ഒന്ന്, സ്വർണ്ണ സ്മഗ്ലേഴ്സ്, അതെല്ലാം അവിടെ ആയിരിക്കും. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെയല്ല. പൊളിറ്റിക്കൽ വർക്ക് ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടി, ഗവർണൻസ് വർക്ക് തീരുമാനിക്കുന്നത് ഗവൺമെന്റ്. എനിക്ക് ഇതിനെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് ചോദിച്ചു കഴിഞ്ഞു. ഹെൽത്ത് മിനിസ്റ്റർ, യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഹെൽത്ത് മിനിസ്റ്ററോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞ എന്താ, ഇത് വേഗം കേരളത്തിൽ ഒരു എയിംസ് ഉണ്ടാവും. അത് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് കേരളയാണ്. അത് തീരുമാനിച്ച് നിങ്ങളോട് പറയും. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. കേരളത്തിൽ കഴിഞ്ഞ ചില സീറ്റുകളിൽ CPM എതിരില്ലാതെ തന്നെ അവർ അവകാശപ്പെടുന്നത്. ആ സീറ്റുകളിൽ CPM എതിരില്ലാതെ തെരഞ്ഞെടുത്ത് മറ്റു പാർട്ടികൾ നോമിനേഷൻ കൊടുക്കാത്തതാണ്. UDF BJP അവകാശപ്പെടുന്നത്. അല്ല, അതിനെ കുറിച്ച് ഞാനത് കേട്ടപ്പോ തന്നെ ഞെട്ടിപ്പോയി. അത് കുറച്ച് പഠിച്ചതാണ്. അതൊന്നുമല്ല, അവിടെ ഭീഷണിയും അവിടുത്തെ ആ രാഷ്ട്രീയമല്ലേ, അത് ഇതാണല്ലോ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ്. ഞാൻ പാർലമെന്റിൽ കയറുമ്പോൾ എന്റെ പാർലമെന്റിൽ CPM സുഹൃത്തുക്കളെല്ലാം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ട് പാർലമെന്റിന് പുറത്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ BJP ഫാസിസ്റ്റ് ആണ്, ഇതാണ് മാങ്ങയാണെന്നെല്ലാം പറഞ്ഞ് നിൽക്കുന്ന സൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഇവിടെ ഭീഷണിപ്പെടുത്തി ആരും ഒരു ഓപ്പോസിഷനിൽ നിൽക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടാക്കി വെക്കുന്നത്. ഇത് അങ്ങനെയൊന്നുമല്ല. ഒരു വാക്ക് ഓവർ, ഒരു ഡെമോക്രസിയിൽ ഒരു 3 പാർട്ടിയുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തില് ഇങ്ങനെ ഒരു അൺഒപ്പോസ്ഡ് ഇലക്ഷൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് ശരിക്കും ഒരു ഷോക്കാണ്. ഇത് ഭീഷണിന്റെ ഒരു പ്രത്യേക എന്തോ അത് നടക്കാൻ പാടില്ല. ഇനിയിപ്പോ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇനി നടക്കില്ല. ഇതുവരെ അത് ഞാൻ ഫോക്കസ് ചെയ്തില്ല. എനിക്കിപ്പോ ആദ്യം ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിരുന്നേ അത് നടക്കുന്ന അത് അല്ല ഇത് എനിക്ക് സർപ്രൈസ് ആയിട്ടാ ഞാൻ 100% പറഞ്ഞു. ഞാൻ ഇത് വായിച്ചപ്പോ തന്നെ എനിക്ക് ഷോക്കായിരുന്നു. ഇനി ഇത് നടക്കില്ല എന്ന് ഞാൻ ഇന്ന് ഉറപ്പു തരുന്നു. ഇനി ഇത് ലാസ്റ്റ് ഇലക്ഷൻ ആണ്, ഇത് ഇങ്ങനത്തെ ഒരു രീതി. ഇത് കഴിഞ്ഞിട്ട് അത് നടക്കില്ല. BJP ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ CPM-നെ തോൽപ്പിക്കാൻ, ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ UDF-ന് വോട്ട് പോകുന്ന ഒരു പരിപാടി പണ്ടേ നടക്കുന്ന, അത് നേതൃത്വം തീരുമാനിച്ചില്ലെങ്കിലും പ്രത്യേകിച്ചും ഈ കണ്ണൂർ പോലുള്ള സംഘർഷമുള്ള മേഖല, അത്തരം കാര്യങ്ങളിൽ എന്താണ് CPM-ന്റെ സ്റ്റാൻഡ്? നോക്കൂ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതൊരു പ്രോപ്പഗാൻഡ തുടങ്ങിയത് UDF ആണ്. അത് നല്ലൊരു പ്ലാൻ ചെയ്തിട്ടാണ് തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞുതരാം. തെലങ്കാനയിൽ അവരൊരു നല്ലൊരു പ്രചരണം തുടങ്ങി. തെലങ്കാന അസംബ്ലി ഇലക്ഷൻ, ഞാൻ അവിടെ ഒരു പ്രഭാരിയായിരുന്നു, ഒബ്സർവർ ആയിരുന്നു, ഇലക്ഷൻ ഒബ്സർവർ. അതുകൊണ്ട് ഞാൻ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയണേ. അവര് നല്ലൊരു 2 മാസം മുമ്പേ
BRSും BJPയും ഒരു ഒറ്റക്കെട്ടായിട്ട് പൊളിറ്റിക്സ് ചെയ്യുന്നു, അവരൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് നല്ലൊരു പ്രചരണം നടത്തി. അത് കയറി ഒരു സമുദായത്തിന് മനസ്സിലത് കയറിയിട്ട് ആ വോട്ട് മൊത്തം കൺസോളിഡേറ്റ് ചെയ്തിട്ട് കോൺഗ്രസിന് കിട്ടി. അതാണ് ഏറ്റവും വലിയ ഐറണി. തെലങ്കാനയെ ഒപ്പോസ് ചെയ്ത പാർട്ടി ആണ് ഇപ്പൊ തെലങ്കാന ഭരിക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് അവര് പൊളിറ്റിക്കൽ തന്ത്രം. ഇവിടെ അത് ചെയ്യുമ്പോൾ ഇതില് ഒരു ഹിപ്പോക്രസി ഇല്ലേ, ഒരു ഇരട്ടത്താപ്പില്ലേ? 27 സ്റ്റേറ്റില് 8 യൂണിയൻ ടെറിട്ടറീസിലെ അലയൻസിലുള്ള ആരാണ്? CPM കോൺഗ്രസ് അല്ലേ? 27 സ്റ്റേറ്റ് 8 യൂണിയൻ ടെറിട്ടറീസിൽ ഒഫീഷ്യൽ അലയൻസ്, ഇന്ത്യ അലയൻസ് CPM കോൺഗ്രസ്. എന്നിട്ടാണ് ഞങ്ങൾ CPMനെ സഹായിക്കാമെന്ന് പറഞ്ഞത്. ഇതില് ഒരു കോമൺ സെൻസും ഇല്ല. ഒന്ന്. രണ്ടാം, നിങ്ങൾ തിരുവനന്തപുരത്ത് നോക്കൂ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണേ, തിരുവനന്തപുരം ഭരിക്കുന്നത് LDF, ഞങ്ങളാണ് പ്രതിപക്ഷ പാർട്ടി. കോൺഗ്രസ് ഇപ്പൊ ഒരു 20 സീറ്റ്, 20 കാൻഡിഡേറ്റ്, 22 കാൻഡിഡേറ്റ് അവര് ഇറക്കിയിട്ടുണ്ട്. വേറെ കാൻഡിഡേറ്റും ഉണ്ട്, പക്ഷെ 22 മെയിൻ കാൻഡിഡേറ്റ്. അത് എന്തിനാണ് അവര് അങ്ങനെ കണ്ടസ്റ്റ് ചെയ്യുന്നത്? ഞങ്ങള് വോട്ട് കട്ട് ചെയ്യാൻ. അപ്പൊ ആരെയാണ് ആരുടെ ഒപ്പം ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണം, ഒരു വ്യക്തത ഉണ്ടാവണം. അത് ഒന്ന് തിരുവനന്തപുരം രാഷ്ട്രീയം ഒന്ന് പഠിച്ചാൽ മതി. ഇവര് രണ്ടുപേരും ഒറ്റക്കെട്ടായിട്ട് ഈ ഇലക്ഷൻ BJPനെ തോൽപ്പിക്കാൻ അവര് മത്സരിക്കും. ഞാനിത് അതിന്റെ ഒരു ഇരയാണ്. ലോക്സഭ ഇലക്ഷനിൽ ഞാൻ 8000 വോട്ട് കൊണ്ട് തോറ്റ ആളാണ്. ആ വോട്ട് അഡ്ജസ്റ്റ്മെന്റ് വോട്ട് കൊണ്ട് അന്നത്തെ ശശി തരൂരിന് കിട്ടി, കോൺഗ്രസിന് ശശി തരൂരിന് കിട്ടിയെന്ന് അവിടെ ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് അതിന്റെ ഒരു അഭിപ്രായം കിട്ടും. അപ്പോ ഇവിടെ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് തന്ത്രം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും കോൺഗ്രസും BJP NDAനെ തോൽപ്പിക്കാനും ഞങ്ങളുടെ വളർച്ചയെ ബാധിക്കാൻ അവർ ഈ ഓരോരോ പ്രചരണവും ഓരോ തന്ത്രങ്ങളും ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഞങ്ങൾ അതിന് എന്താണ് അതിന് ബൈപ്പാസ് ചെയ്യാൻ ഞങ്ങൾക്ക് തന്ത്രമുണ്ട്, ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. തൊഴിലാളി സംഘടനാ നേതാക്കൾക്ക്, തൊഴിലാളി സംഘടനകൾക്കൊന്നും അതിനെ എതിർക്കാനുള്ള യോഗ്യത ഇല്ലാന്നാണ് അല്പസമയം മുമ്പ് മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറയുന്നത്. താങ്കളുടെ അഭിപ്രായം അത് തന്നെയാണോ? ഇല്ല, ഞാനത് കേട്ടിട്ടില്ല. എന്ത് കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. നോക്കൂ, ഇതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ ഞാൻ എവിടെയും തയ്യാറാണ്, എപ്പോഴും തയ്യാറാണ്. ആരാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ തയ്യാറാണ്. ഞാനോ BJPയിൽ ആരാണെങ്കിലും തയ്യാറാണ്. ഇതൊരു പ്രോ എംപ്ലോയി ലേബർ റിഫോമാണ്. ഇതില് ആർക്കും ഒരു ചെറിയ ചുക്കിന്റെ സംശയം ഉണ്ടാകാൻ പാടില്ല. ഇനി ഇതില് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പ്രോ എംപ്ലോയി സംഘടന അല്ലെങ്കിൽ ഒരു യൂണിയൻ റിഫോം ആണോ? അതില് രണ്ട് അഭിപ്രായം ഉണ്ടാവും. എംപ്ലോയീസിന് ഇപ്പോ ഞാൻ അതിനെ കുറിച്ച് പറയണമെങ്കിൽ എത്ര കാര്യങ്ങളുണ്ടോ? ഗിഗ് വർക്കേഴ്സ്, ഇൻഫോർമൽ സെക്ടേഴ്സ്, മിനിമം വേജ് ഗ്യാരണ്ടി, കോൺട്രാക്ട് എംപ്ലോയ്മെന്റ് ലെറ്റർ ഗ്യാരണ്ടി, 7ാം തീയതി ശമ്പളം കൊടുക്കുന്ന ഗ്യാരണ്ടി. ഇത് എത്ര റിഫോംസ് ഉണ്ട് ഇതില്. ഇതെല്ലാം പ്രോ എംപ്ലോയി ആണ്, അതും പ്രോ ഇൻഫോർമൽ സെക്ടറിന് എംപ്ലോയി. അപ്പൊ ഇതിനെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും BJP എവിടെയും ഏത് സമയത്തും തയ്യാറാണ് ഡിബേറ്റ് ചെയ്യാൻ. ഈ ഷൂട്ട് ആൻഡ് സ്കൂൾ പോളിറ്റിക്സ് ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യണം, ഞങ്ങൾ തയ്യാറാണ് ഡിബേറ്റ് ചെയ്യാൻ. പക്ഷെ ഇത് യൂണിയൻസിന് ബാധിക്കോ, യൂണിയൻസിന് ഗുണമുണ്ടോ, അതിൽ രണ്ട് അഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ലേബർ റിഫോംസ് ചെയ്യുമ്പോൾ ലേബറിന് വേണ്ടിയിട്ടല്ലേ റിഫോം ചെയ്യുന്നത്, ലേബർ യൂണിയൻ അല്ലല്ലോ റിഫോം ചെയ്യുന്നത്. അതായിരിക്കും കേസ് പറഞ്ഞത്. ഞങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് യഥാർത്ഥത്തിൽ ഫ്രീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ലേബർ കോഡ് വരുമ്പോൾ. സാധാരണ എല്ലാ തൊഴിലും പോലെയല്ല മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രൊഫഷണൽസ്. അപ്പൊ ഈ പ്രൊഫഷണൽസിന് കൂടി ഈ ലേബർ കോഡിലേക്ക് പോകുമ്പോൾ വർക്കിംഗ് ജേർണലിസ്റ്റ് ആക്ട് വളരെ കൃത്യമായി പാർലമെന്റ് പാസ്സാക്കിയത് ഈ ഒരു സവിശേഷ സ്വഭാവം കൊണ്ടാണ്. അതുകൂടി റിപ്പീൽ ആവുന്ന പ്രശ്നം ഇല്ല. അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല, ഓണസ്റ്റ്ലി ഞാൻ പഠിച്ചിട്ടില്ല. അത് പഠിക്കാൻ വേണമെങ്കിൽ തന്നാൽ ഞാൻ പഠിക്കാം. ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞൊരു 10 ദിവസമായിട്ട് യാത്രയാണ്. ഇനിയിപ്പോ എനിക്ക് വേണ്ടി ആരെങ്കിലും ഹോമം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നന്ദി പറയുന്നു, അത്രേ ഉള്ളൂ.
കോഴിക്കോട് ജില്ലയില് കോഴിക്കോട് കോർപ്പറേഷനിലൊക്കെ CPM ഞങ്ങൾ അൺകണ്ടീഷണലായിട്ട് പിന്തുണച്ചു. വെൽഫെയർ പാർട്ടി അതല്ലേ ഞാൻ പറഞ്ഞത്. അല്ല, പാലക്കാട് ഒരു മിനിറ്റ്, പാലക്കാടിനെ കുറിച്ച് ആരോ ചോദിച്ചല്ലോ, എന്തോ ഞാൻ വായിക്കട്ടെ കേട്ടോ. ഫസ്റ്റ് സിറ്റി ഇൻ സൗത്ത് ഇന്ത്യ വെർ എൻറ്റയർ സിറ്റി ഈസ് ഫുള്ളി ഓൺ ക്യാമറ, CCTV സെക്യൂരിറ്റിക്ക് വേണ്ടി. ഫസ്റ്റ് ടൗൺ ഇൻ കേരള ടു ഇൻസ്റ്റാൾ നാപ്കിൻ ഇൻസിനറേറ്റർ. ഫസ്റ്റ് പ്ലേസ് ഇൻ എക്സ്പെൻഡിച്ചർ പ്ലാൻ ഫണ്ട് ഇൻ കേരള സ്റ്റേറ്റ്. ലാർജസ്റ്റ് ഡിസ്പേഴ്സൽ ഓഫ് PM Swanidhi loans among 87 municipalities in Kerala. 13 കോടി സ്ട്രീറ്റ് വെൻഡേഴ്സിന് ഡിസ്പേഴ്സ് ചെയ്തു. സ്വച്ഛ് ഭാരത് ഓൾ ഇന്ത്യ റാങ്കിങ് 3838 ഒരു ചാർട്ടം. ലാർജസ്റ്റ് നമ്പർ ഓഫ് എൻറോൾമെന്റ്സ് ഇൻ PM ഇൻഷുറൻസ് സ്കീംസ് ആൻഡ് സുകന്യ സമൃദ്ധി സ്കീം ഫോർ ചിൽഡ്രൻ. അമൃത് സ്കീം 100% ഫണ്ട് കിട്ടി, 100% ഡിസ്പേഴ്സ് ആയി. ഒരു അമൃത് മാസ്റ്റർ പ്ലാൻ പാലക്കാടിന് ആദ്യത്തെ തവണയാണ് 35 കൊല്ലം കഴിഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പൊ വികസന കാര്യങ്ങളൊക്കെ കോഴിക്കോട് കോർപ്പറേഷനിലും നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല, അതിനെ ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ആണെങ്കിൽ പിന്നെ ജനങ്ങൾ തീരുമാനിക്കും. എന്തോ അല്ല, അതുണ്ട്. ഞാൻ ഇവിടെ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ, കാലിക്കറ്റ് വന്നപ്പോ എന്നോട് മാധ്യമസുഹൃത്ത് ഇത് ചോദിച്ചു, എന്താണ് മുസ്ലിം സമുദായത്തിന്റെ കുറിച്ച് BJPന്റെ നിലപാട്, എന്താണ് കാഴ്ചപ്പാടെന്ന് പറഞ്ഞു. ഒരു തെറ്റിദ്ധാരണയുണ്ട്, അത് ഒരു വിഷം കയറ്റി വെച്ചിരിക്കുകയാണ്. 30 കൊല്ലമായിട്ട് ഞങ്ങളാണ് വർഗീയവാദി എന്ന് പറഞ്ഞു കയറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷെ അതൊരു എന്താ പറയാ, ഇതൊരു ഹിപ്പോക്രസിന്റെ ഒരു nth ലെവലല്ലേ. ഇന്നിപ്പോ ഞങ്ങൾ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാന്ന് ഓപ്പണായിട്ട് പറയുന്നു. 11 കൊല്ലം അങ്ങനെയാണ് ചെയ്തത്. അപ്പൊ അതിനുവേണ്ടി ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ഞങ്ങളൊരു മുസ്ലിം ഔട്ട്റീച്ചിന്റെ ടീം പ്രൊഫസർ അബ്ദുൽ സലാമിന്റെ ലീഡർഷിപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പോയി കാണുന്നുണ്ട്. ഒരു ഡയലോഗ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ വോട്ടിന് വേണ്ടിയിട്ടല്ല, ഒരു ഡയലോഗ്. എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധാരണ? കാരണം ഞങ്ങൾ എല്ലാ വിശ്വാസവും മതവും ബഹുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്. ഒരു മതത്തിന്റെ എതിരെ പറയാനോ ഞങ്ങൾ ചെയ്തിട്ടുമില്ല, അങ്ങനെ പറയാനും പോകുന്നില്ല. സോ ഇതുവരെ ഈ ഒരു നെറേറ്റീവ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് കോൺഗ്രസും LDF ആണ്. BJP മുസ്ലിംസിന്റെ എതിരാണ്. അങ്ങനെയല്ല, അതാണ് സത്യം. പിന്നെ ഞങ്ങള് ജമാഅത്തിന്റെ എതിരാണ്. ഭരണഘടനയുടെ എതിരെ ആരാണെങ്കിലും ഞങ്ങൾ അവരെതിരാണ്. ജമാഅത്ത് ഇസ്ലാമിന്റെ എതിരാണ്, SDPന്റെ എതിരാണ്. അവര് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയും LDFന്റെ എതിരാണെന്ന് ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഒരു മതം അല്ലെങ്കിൽ ഒരു വിശ്വാസം നോക്കിയിട്ട് ഞങ്ങൾ ആരും എതിരെയില്ല. അത് 100% ഞാൻ ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു. അത് ആ ട്രസ്റ്റ് ബിൽഡിങ്ങിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കും. ഈ വിഷം, ഈ നുണ പ്രചരിപ്പിച്ച ഈ LDFന്റെയും UDFന്റെയും കളി ഞങ്ങൾ പരാജയപ്പെടുത്തുന്ന ഞാൻ ഇന്ന് ഉറപ്പു തരും. ഞാൻ പ്രോ എവ്രിബഡിയാണ്. ഞങ്ങൾ പ്രോ, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി. ഇത് അങ്ങനെ ട്വിസ്റ്റ് ചെയ്യല്ല. ഇത് ഞങ്ങൾ ഒരു ബൈനറി ആയിട്ട്, ഒരു ചോയ്സ് ആയിട്ട് കാണുന്നില്ല. ഞങ്ങൾ 6 മാസമായിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. 6 മാസം മുമ്പ് 38,000 മലയാളികളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ചു 6 മാസത്തിൽ. സർക്കാർ ഞങ്ങളല്ല, എന്നിട്ട് ഞങ്ങൾ പരിഹരിച്ചു. എല്ലാവരും ഉണ്ടാവില്ലേ, എല്ലാ മതമുണ്ട്, എല്ലാ സമുദായമുണ്ട്, എല്ലാ ഭാഗത്തുനിന്ന് ആൾക്കാരും ഉണ്ട്. അപ്പോ ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. പബ്ലിക് സ്പേസിൽ നിന്ന്, ഒഫീഷ്യൽ സ്പേസിൽ നിന്ന് മുസ്ലിങ്ങളുടെ പേരുകൾ പോലും ഇല്ലാതായ ഒരു കാലം. ആ സമയത്ത് നിങ്ങൾ എല്ലാവരോടൊപ്പമാണെന്ന് പറയുന്നത് NUC-ആണെന്നത്. വേറെ കാര്യം കൂടെ, ലേബർ കോഡിൽ പറയുന്നത് ജോലിയുടെ ടൈം ഫ്രെയിം 8 മണിക്കൂർ എന്നുള്ളത് 12 വരെ കിട്ടാണ്. അതൊരു ചൂഷണമായി തൊഴിലാളികൾക്ക്. അതിനല്ലേ എതിർക്കുന്നത്? അല്ല, അത് നോക്കൂ. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയണേ. നമ്മളിപ്പോ മാനുഫാക്ചറിങ് സെക്ടറിൽ നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് ആരോടൊപ്പമാണ്? ചൈനയാണ് ഈ ഇലക്ട്രോണിക്സിലെല്ലാം വലിയ ഒരു ഗ്ലോബൽ ലീഡർ. അവരുടെ ഒരു ആപ്പിൾ ഫോൺ, ഇപ്പൊ ഇന്ത്യയിലെ ആപ്പിൾ ഫോൺ 20% ഗ്ലോബൽ പ്രൊഡക്ഷൻ ആപ്പിളിന്റെ ഇന്ത്യയിലാണ്. അപ്പോ അവർക്ക് അത് ചോയ്സ് ആണല്ലോ. ലേബറിന് അങ്ങനെ ഒരു പ്രഷർ ഒന്നുമില്ല. അവർക്ക് അത് ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നു. ആ ഫാക്ടറിക്ക് ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് സ്റ്റേറ്റ് ആണല്ലോ അത് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. ആ സ്റ്റേറ്റിൽ തീരുമാനിച്ചാൽ
ഇപ്പൊ കേരള സ്റ്റേറ്റ് തീരുമാനിച്ചാൽ ഇത് ഞങ്ങൾ നടപ്പിലാക്കില്ല. ഓക്കെ, ഇല്ലല്ലോ, കേന്ദ്ര നയമല്ലേ, അത് പറ്റില്ലല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് എന്താ ഫസ്റ്റ് ആയിട്ടാണ് ഒരു സെൻട്രൽ ക്യാബിനറ്റിൽ മുസ്ലിം പ്രാതിനിധ്യം ഇല്ലാതായി വന്നത്. ആ മോദിയുടെ കീഴിലാണ് പബ്ലിക് സ്പേസിൽ നിന്നും അല്ല ഇത് ഇംഗ്ലീഷ് ഒരു ചിക്കൻ ആൻഡ് എഗ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഇത് എവിടെയാണ് തുടങ്ങേണ്ടത്? ഇത് ആണ് BJP NDA സർക്കാരിൽ എത്ര മുസ്ലിം ലീഡേഴ്സ് ആദ്യം ഉണ്ടായിട്ടുണ്ട്. ഷാനവാസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താണ്? ഞങ്ങൾ ചെയ്തൊന്നുമല്ല. ഞങ്ങൾ ആരെ ഉപദ്രവിച്ചിട്ടുള്ളത്? ക്യാബിനറ്റിൽ ആളില്ല മുസ്ലിം. അല്ല, അത് കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചാലോ, മുസ്ലിംസ് ഞങ്ങൾ വോട്ട് തരുന്നില്ല, എന്തിനാണ് കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നത്? അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ ആർക്കാണ് ഏതെങ്കിലും ഗുണം കിട്ടുമോ? വോട്ടില്ലാത്തത് കൊണ്ടാണ് ക്യാബിനറ്റിൽ പൊസിഷൻ അല്ല, ഞാനത് കൃത്യമായി പറഞ്ഞില്ലേ. ഞാൻ അതിൽ ഒരു സംശയമില്ലല്ലോ. സമുദായം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങള്? അല്ല, മന്ത്രിമാരില്ല എന്ന് പറഞ്ഞാൽ MP ഇല്ല. രാജ്യസഭ വഴിയുണ്ടല്ലോ. എന്താ? ഉണ്ടല്ലോ. അല്ല, ഉണ്ടായിരുന്നല്ലോ. അല്ല, ഷാനവാസ് അല്ല നഖ്വി ഉണ്ടായിരുന്നു, ഷാനവാസ് ഹുസൈൻ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. രാജ്യസഭയില് MPs ഉണ്ട്, BJP MPs ഉണ്ട്, ജമ്മു ആൻഡ് കാശ്മീരിന് MPs ഉണ്ട്. പിന്നെ അവരെ അല്ല, ഞങ്ങളുടെ കാൻഡിഡേറ്റ്സ് ഞങ്ങൾ എത്ര ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എത്ര മുസ്ലിം കാൻഡിഡേറ്റ്സ് ഉണ്ട്? പൊളിറ്റിക്സ് വേറെയാണ്, ഗവൺമെന്റ് വേറെയാണ് നേരത്തെ പറഞ്ഞപ്പോ എന്താണ് ഗവൺമെന്റ്സിൽ പിന്നെ ഈ പൊളിറ്റിക്സിന്റെ കൊണ്ടുവരുന്ന അല്ല, ഗവർണൻസിൽ കയറാൻ ഒരു MP ആവണ്ടേ? മന്ത്രിയാവാൻ ഒരു MP ആവണ്ടേ? ഇല്ല, രാജീവ് കമ്മ്യൂണൽ ബാലൻസിംഗ് പോലും ക്യാബിനറ്റിൽ ഒരു മുസ്ലിം ഇല്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അത് ഇപ്പോ ഇല്ല, ഉണ്ടായിരുന്നല്ലോ. അല്ല, ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഇല്ലാന്നുള്ളൊരു പ്രശ്നമല്ലേ? അല്ല, ഇല്ല, അതിൽ അല്ലല്ല, ഇല്ലാന്ന് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? അത് ഇല്ല, ഓക്കെ. പക്ഷെ MPs ഉണ്ട്, സ്ഥാനാർത്ഥി ഉണ്ട്. കാഴ്ചപ്പാട് എന്തായിരിക്കും? എന്തോ ഒരു വേൾഡ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഇത്ര പെർസെന്റേജ് വരുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് പാർട്ടിസിപ്പേഷൻ ഇല്ല എന്ന് പറയുമ്പോൾ അല്ല, അതല്ല ഞാനും ചോദിക്കുന്നത്. അത് നിങ്ങളെ വഴി എന്റെ ഒരു അഭ്യർത്ഥന ഒന്ന് പാസ്സാക്കിക്കോളൂ. ഞങ്ങളെ സഹായിക്കൂ, ഞങ്ങളെ ഭരണത്തിൽ കൊണ്ടുവരൂ. ഞങ്ങൾ കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തന്നെ. APJ അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആക്കിയതാരാ? NDA ആക്കിയത്. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നമല്ലേ പറയുന്നത്. അത് അല്ല, അപ്പൊ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാം. അല്ലെങ്കിൽ മുസ്ലിം വോട്ട് കിട്ടുന്നില്ല എന്നുള്ളതിനാണ് അതിൽ കാരണം. അല്ല, മുസ്ലിം MP ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മുസ്ലിം മന്ത്രിയാവാൻ പോകുന്നത്? ഇതുവരെ കേരള MP ഉണ്ടായിരുന്നില്ലല്ലോ, കേരള മിനിസ്റ്റർ ഉണ്ടായിരുന്നില്ലല്ലോ. 2017 മുമ്പ് BJP മന്ത്രിസഭയിൽ കേരള മിനിസ്റ്റർ ഉണ്ടായിരുന്നോ? 2017 മുമ്പ്. ട്രിക്ക് ക്വസ്റ്റ്യൻ അല്ല, സ്ട്രേറ്റ് ക്വസ്റ്റ്യനാ. ഉണ്ടായിരുന്നില്ല. ആരാ? അല്ല, ഈ ഗവൺമെന്റ്. ഇവര് പറഞ്ഞത് ഈ ഗവൺമെന്റിനെ കുറിച്ചല്ല പറഞ്ഞത്. രാജ്യസഭയോടെ വന്നിരുന്നു. അതല്ല, അത് 2017 കഴിഞ്ഞിട്ടല്ലേ. VM വന്നു, പിന്നെ അൽഫോൺസ് വന്നു, പിന്നെ ഞാൻ വന്നു, പിന്നെ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ. അത് ഞങ്ങൾ MP ആയിട്ടല്ലേ. അത് വേണ്ടെന്ന് വെക്കുകയാണോ? അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമി പോലെ മതരാഷ്ട്രവാദത്തിലേക്കും BJP അങ്ങനെയാണ് പറയുന്നത്. അല്ലല്ല, ഇത് വെറുതെ എന്നെ ഈ എന്താ കുഴിയിൽ കൊണ്ടുവരുന്ന ഞാൻ എന്റെ ഒരു അഭ്യർത്ഥന ആവശ്യമില്ല. ഇത് സത്യമല്ല. ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നോക്കൂ, എത്ര മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ട്. ഞങ്ങളുടെ വൈസ് പ്രസിഡന്റ്, നാഷണൽ വൈസ് പ്രസിഡന്റ് അബ്ദുൾ കുട്ടിയല്ലേ? ഞങ്ങളുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലാം അല്ലേ? അത് എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ നോക്കണ്ട. ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അല്ല, പ്ലീസ്. അതിന് ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്താ പറഞ്ഞത്? ഇവിടെ ഞങ്ങൾക്ക് ശരിയ ലോ വേണം, ഞങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വേണ്ട, ഡെമോക്രസിയിൽ വിശ്വസിക്കില്ല. ഇതാണ് ജമാഅത്ത് പറയുന്നത്. പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഡോക്യുമെന്റ് ഉണ്ട്, 2047 ഡോക്യുമെന്റ്. എന്ത്? ഇല്ല, അത് ഏത് പ്രൊഫഷൻ ഉണ്ടല്ലോ. ഏത് പ്രൊഫഷനാ പറയൂ. പറയൂ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പറയണം. നോക്കൂ. ഇന്ത്യയില് ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് എന്തും പറയാൻ അവകാശമുണ്ട്. അതല്ല ഞങ്ങളെ അവര് പറഞ്ഞിട്ടുണ്ട്. അവര് പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം. ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ അഭിപ്രായ വ്യത്യാസമായിട്ട് കണ്ടാൽ മതി. എനിക്കൊരു ക്ലാരിറ്റി ഉണ്ട്. ഇതുവരെ കോൺഗ്രസ് എന്തിനാണ് ഒളിച്ച് അവരുടെ സപ്പോർട്ട് എടുത്തത്?
പറയൂ. അല്ല അത് പറയൂ. അത് കാരണം എന്തോ പിന്നെ എന്താ ഓക്കെ, നമുക്ക് അവസാനം